അപ്പോൾ U&Meയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഒത്തിരി തവണ പല ഒരു ഫിഷ് ഫാമുകളും കണ്ടിട്ടുണ്ട്, ഈ കുഞ്ഞ് ഗപ്പീനെയൊക്കെ വളർത്തുന്നത് അങ്ങനേതായ. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞങ്ങളുടേതായ ഐഡിയക്ക് ചെറിയ ടാങ്ക് ഒന്ന് അടിച്ച് ശ്രമിക്കുകയാണ്. എങ്ങനെ ഒരു കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ എങ്ങനെ ഒരു ടാങ്ക് നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. ഇതിപ്പോൾ രഞ്ജിത്ത് ആൻഡ് ശ്രീജിത്ത് ബാക്കി സുഹൃത്തുക്കളുണ്ട്, അവർ മറ്റു പല കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ കയ്യിലിരിക്കുന്നത് ഞങ്ങൾ ടിൻ ഷീറ്റാണത്. ഇതൊരു ഏകദേശം ഒരടിയാണ്, ഒരടിയുടെ ഒരു ടിൻ ഷീറ്റാണ്. ഏകദേശം 3 മീറ്റർ നീളമുണ്ട് ഈ ഷീറ്റിന്. പിന്നെ ഒരു ചാനലുണ്ട്. ഇതിൻ്റെ ചാനൽ വെച്ചിട്ട് ജോയിന്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ജോയിന്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ ബാക്കി ഇതൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടോളൂ. ഓക്കെ, നേരെ വീഡിയോ. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലെ ടാങ്കാണ് ഞങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഷീറ്റ് ഒന്ന് നേരെ ഈ ചാനലിൻ്റെ പീസ് നമ്മളിങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ജോയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സെൽഫ് സ്ക്രൂ വെച്ചിട്ട് ഡ്രില്ല് ഉപയോഗിച്ചിട്ട് നമ്മളിത് അങ്ങോട്ട് ഒന്ന് ഡ്രില്ല് ചെയ്ത് കൊടുക്കാൻ പോവുക. റൗണ്ട് ഷേപ്പ് നമ്മളിപ്പോൾ ചെയ്ത ഇത് ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു ചാനൽ ഇവിടെ സെൽഫ് സ്ക്രൂ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി മനസ്സിലാവും, ജസ്റ്റ് ഒന്ന് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിന് പുറമെ ഓരോ വർക്ക് വരുന്നുണ്ട്. അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടെറസിൻ്റെ മേലേക്കാണ് കയറാൻ പോകുന്നത്. നമുക്ക് നേരെ മേലെ കയറാം. നമ്മളിവിടെ ഒരു ചെറിയ ടാങ്ക് അടിച്ചിട്ടുണ്ട്. ഇതൊരു സ്ക്വയറാണ്. പുതിയ ഫിഷിനെ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ആ റൗണ്ട് ടാങ്ക് 2 നിർമ്മിക്കുന്നത്. പുതിയ സൈഡിൽ അടുക്കിയിട്ട് ഷീറ്റ് ഇറക്കിയിരിക്കുന്നതാണ്. വെയിറ്റും കാര്യങ്ങളും കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പുതിയൊരു രീതിയിലേക്ക് നമ്മളിപ്പോൾ ഒന്ന് കൺവേർട്ട് ചെയ്തേക്കുന്നത്. അതെങ്ങനെയാണെന്നും പരീക്ഷിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഫുൾ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മൾ നേരത്തെ അടിച്ച ആ ടാങ്ക്. ഇത് 1 അടി ഹൈറ്റും 3 അടി നീളത്തിലും ഉണ്ടായിരുന്ന ടിൻ ഷീറ്റാണ്. അത് നമ്മളിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ ഈ ടാങ്ക് നിർമ്മിച്ചത്. ഓക്കെ, നമ്മൾ നേരത്തെ അവിടെ ഒരു നിർമ്മിച്ചൊരു ടാങ്ക് ഉണ്ട്. അതൊരു സ്ക്വയർ ടാങ്ക് ആയിരുന്നു. ടെറസിലായതുകൊണ്ടിട്ടും വെയിലടിക്കുന്നതുകൊണ്ട് ഒരു ഗ്രീൻ നെറ്റ് നമ്മൾ കെട്ടുന്നുണ്ട്. ഗ്രീൻ നെറ്റ് ഒരു 6, അതെ തന്നെ, ഗാർഡൻ നെറ്റ്. എത്ര ഇത് ഇതിൻ്റെ നീളം എത്രയാണ്? ഇത് 5 മീറ്റർ ഉണ്ട്. ഓക്കെ, 5 മീറ്ററും വീതി എത്ര വരുന്നുണ്ടാ ഇതിൻ്റെ? 3 മീറ്റർ. ഓക്കെ, 5 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുള്ള ഒരു നെറ്റാണ് വാങ്ങിയത്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 250 രൂപയാണ് ഈ നെറ്റ് വാങ്ങിയത്. കാര്യം ഇത് വെയിൽ കൊള്ളാതിരിക്കാനാണ്. അപ്പോൾ നമ്മുടെ ഉണ്ണിബ്രോ വന്നിട്ടുണ്ട്. ഉണ്ണിബ്രോ നമ്മുടെ ടിൻ ഷീറ്റിൻ്റെ മേളിൽ ഉണ്ടോ, നമ്മളിവിടെ ഒരു ഷീറ്റ് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്യൂബ്, നമ്മുടെ വാട്ടർ ലെവൽ ട്യൂബാണത്, അത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. മേലെ വെച്ച് ട്യൂബിൽ ആ ട്യൂബ് കണ്ടോ, നെക്സ്റ്റ് ടാങ്കിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യണതാണ്. എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം.
നമ്മളിപ്പോൾ ആ ടാങ്കിലേക്ക് ഞങ്ങൾ ഷീറ്റ് ഇറക്കിയിട്ട് ഞങ്ങൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് കാണുന്നത്. ഇതാക്കി മുകളിൽ നമ്മൾ വാട്ടർ ലെവൽ ഓടിച്ച് ഷീറ്റ് കയറാതിരിക്കാൻ. അപ്പോൾ അതിലോട്ട് നമ്മൾ ഷീറ്റ് ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു 2 മീറ്റർ നീളവും വീതിയുള്ളൊരു ഷീറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഷീറ്റ് ഇതിലോട്ട് ഇറക്കാം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നിറച്ച്, അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ ചുറ്റിനും ഒന്ന് കയറുകൊണ്ട് സപ്പോർട്ടിങ് നമുക്ക് വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷൻ നമ്മൾ ടാങ്കിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കും. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ പണി ഒരു 90% പൂർത്തിയായി. ഇനി നമുക്ക് ഇതിന് കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഇറക്കി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ നമ്മളിത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഏരിയയിൽ മഴക്കാലത്ത് വെള്ളം നിൽക്കുന്നൊരു ഏരിയ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കൂട്ടുകാരൻ്റെ വീടിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഇപ്പോൾ നിലത്താണെങ്കിൽ തന്നെ വലിയ കുഴപ്പമില്ല, ഏകദേശം ഒരു ഹൈറ്റ് ഉണ്ട്. അതില്ല ഇപ്പോൾ മഴക്കാലത്താണെങ്കിൽ പോലും ഇപ്പോൾ ജിയോ ഷീറ്റ് ഇത് ജിയോ ഷീറ്റാണ്. ഈ സാധനം പല അളവുള്ള സംഭവം നമുക്ക് കിട്ടും. അതായത് 16 തൊട്ട് 5 അടി ഹൈറ്റുള്ള സംഭവം ഉണ്ട്. നമുക്ക് നിലവിലിപ്പോൾ വെള്ളം പൊങ്ങുന്ന സ്ഥലത്താണെങ്കിൽ പോലും 1 അടി 2 അടി ഹൈറ്റ് വരെ വെള്ളം പോകുന്ന ഇതിൻ്റെ ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പിന്നെ അച്ഛനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. വെള്ളം കയറില്ല, അകത്തേക്ക് വെള്ളം കയറില്ല. കാരണം ഇപ്പം നമ്മളെല്ലാം ഒരു വെള്ളം എത്ര പൊങ്ങുന്നോ നമ്മൾ ഈ ഷീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ആ ഒരു നമുക്കിത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും ഈ ടാങ്കിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം പൊങ്ങുന്നു. ഇപ്പോൾ നമ്മൾ ആലപ്പുഴ എറണാകുളം ബേസ് ചെയ്താണെങ്കിൽ പോലും ഗപ്പി എന്ത് മീൻ വളർത്താനുള്ള ഒരു ഫ്ലോറിൽ ഇപ്പോൾ നമ്മൾ കൂട്ടാനിൻ്റെ തടസ്സം കൊണ്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ അങ്ങനെ കാണിച്ചിരുന്നതാണ് നമുക്ക് ഇത് ഫ്ലോർ ചെയ്യുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഗാർഡൻ നെറ്റും ടാങ്കിൻ്റെ മുകളിൽ അടിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ വെയിൽ മഴ ഡയറക്റ്റ് ടാങ്കിലോട്ട് കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗാർഡൻ നെറ്റ് അടിച്ചിരിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രശ്നമുണ്ടാവും. കാരണം എൻ്റെ ഡാറ്റ് മഴ വീഴാത്ത ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക്, അതായത് ഗപ്പീസിന് വിഷയമില്ല, പക്ഷേ എന്താണ് കുഞ്ഞുങ്ങൾക്ക് അത് പ്രശ്നവും. ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് ഇതിൻ്റെ മേലെ ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കൊച്ചു ഗാർഡൻ, ചെറിയ റോസപ്പൂകളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഗാർഡനാണ് നമ്മളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ടാങ്ക് നിർമ്മിച്ചിട്ട് ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞു. നമ്മളിൽ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു. 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിൽ ഫിഷ് ഇടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫിഷിനെ വാങ്ങിയിട്ടുണ്ട്. ഫിഷ് കാണിച്ചെടുത്തേ എന്താ ഇതിന്റെ പേരൊക്കെ എങ്ങനെയാണ്? ബ്ലൂ പാണ്ട. പിന്നെ ഇതിന്റെ പേരെന്താണ്? പ്ലാറ്റിനം റെഡ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ 2 ഇനം ഫിഷിനെ നമ്മൾ ഈ 2 ടാങ്കിലാക്കി ഇടുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ചെറിയ പായലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ. കണ്ടോ, ഇത് ഈ ഫിഷിന് വേണ്ടിയിട്ടുള്ള തീറ്റയ്ക്കുള്ള സാധനങ്ങളാണ്. നമുക്ക് എന്താ വെച്ചാൽ പൈസ കൊടുത്ത് തീറ്റ മേടിക്കേണ്ട കാര്യമില്ല. ഈ ചെറിയ നമ്മുടെ തോടിൻ്റെ അവിടെ കാണുന്ന പായലാണ്. ഈ പായൽ എന്തായാലും പറഞ്ഞാൽ വാട്ടർ ക്യാബേജ്. അതന്നെ, വാട്ടർ ക്യാബേജ്. പിന്നെ അതുപോലെ തന്നെ 2-3 ചെറിയ ചെറിയ ഇതുണ്ട്. ഇതൊക്കെ ഫിഷിന് പറ്റിയ എന്താ പറയുക ഫുഡാണ് അതിൻ്റെ. അപ്പോൾ നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് അധികം പൈസ ഉള്ള കാര്യമില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് ഇതിൻ്റെ എന്താ പറയുക ഫുഡ് ശരിക്കും ഒരു അമോണിയാണ്. വേസ്റ്റ് ഫുഡ് അമോണിയ ഇട്ട് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉള്ള ഇതിൽ നിന്ന് കുറച്ച് മീനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഫിഷിന് ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് വന്ന മീനിനെ നമ്മളിത് ആദ്യത്തെ ടാങ്കിലേക്ക് നമ്മൾ ഇറക്കി വിടുകയാണ്. ഇത് പ്ലാറ്റിനം റെഡാണ്. നമ്മൾ ആദ്യത്തെ ടാങ്കിലേക്ക് ഇങ്ങോട്ട് ഇറക്കി വിടുകയാണ്. നമ്മൾ ഓൾറെഡി മുകളിൽ ഗാർഡനൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും കാറ്റത്ത്
കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. അത് നമ്മുടെ ഇപ്പോൾ മാവിൻ്റെ ഇലയൊക്കെ കൊണ്ട് മീനിനും വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ അതൊന്നും എടുത്ത് മാറ്റുന്നില്ല. അത് മീനിന് കുറച്ച് കളറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വളരെ ഉപകാരമെന്നാണ് നമ്മുടെ കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിത് നെക്സ്റ്റ് ടാങ്കിലേക്ക് അടുത്തൊരു ബ്രീഡിന് ഇടിയാണ്. ബ്ലൂ പാണ്ട എന്ന് പറയുന്നൊരു ഗപ്പി വെറൈറ്റിയാണിത്. നമ്മൾ ഈ ടാങ്കിലൊരു ഓവർഫ്ലോ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മഴ പെയ്ത് വെള്ളം ഒരുപാട് നിറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം കവിഞ്ഞ് വരുന്ന വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ഓവർഫ്ലോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടാങ്കൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞു. കണ്ടോ, 2 ടാങ്ക് നിർമ്മിച്ചു. അതിൽ ഫിഷ് ഇട്ടു നമ്മൾ. ഇനി നിങ്ങൾക്ക് ഈ ടാങ്കിന് എത്ര എക്സ്പെൻസ് ഒന്നും കൂടി അറിയണ്ടേ, അതും കൂടി പറഞ്ഞേക്കാം. എന്തായാലും ഈ 2 ടാങ്ക് നിർമ്മിച്ചപ്പോൾ ഞങ്ങൾക്കൊരു റൗണ്ടപ്പ് 1000 ആയി. എന്ന് വെച്ചാൽ 1000 രൂപയായി നമുക്ക് ഈ 2 ടാങ്ക് നിർമ്മിച്ചപ്പോൾ. അത് ഏകദേശം ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ ഒരു 800 രൂപ ഒക്കെ കഴിയും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഷീറ്റ് നമ്മൾ മേടിച്ചപ്പോൾ നമുക്ക് അത്ര ഒരു പരിചയം ഉണ്ടായില്ല. ആദ്യമായിട്ടല്ലേ നമ്മൾ ചെയ്യണേ. അപ്പോൾ ഷീറ്റ് ഒരു ഇച്ചിരി കൂടുതൽ വന്നായിരുന്നു. നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ ഒരു 800 രൂപയ്ക്ക് 2 ഇതുപോലത്തെ അടിപൊളി ടാങ്ക് നിർമ്മിക്കാൻ നമുക്ക്. ഫിഷിന് നല്ലപോലെ ഒന്ന് അടിപൊളിയായിട്ടൊക്കെ ഇതിൻ്റെ അകത്ത് ഉള്ളിലൊക്കെ നടക്കാൻ പറ്റും. പിന്നെ കൂടുതൽ ഫിഷിന് നമുക്ക് ആടുകയും ചെയ്യാം. അപ്പോൾ ഇതിലും നല്ല നല്ല വീഡിയോസുമായി ഞങ്ങൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.